ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ വേഷൻ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യാറുണ്ടല്ലേ? അതിപ്പോൾ നമ്മുടെ പേഴ്സണൽ യൂസിനാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ കമ്പനീസിനാണെങ്കിലും. ഇപ്പോൾ കൂടുതലും പേര് ഫെമിലിയർ ആയിരിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ SBN ആയിരിക്കും, അല്ലെങ്കിൽ ഗിറ്റ് ആയിരിക്കും, അതും അല്ലെങ്കിൽ മെർക്കൂറിയൽ. ഇതുവരെ ആയിരിക്കില്ലേ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമ്മൾ കുറച്ച് വലിയ ടെക് കമ്പനീസ് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഗൂഗിള്, ആമസോൺ അല്ലെങ്കിൽ മെറ്റ, ഈ കമ്പനീസ് എടുക്കുന്ന സമയത്ത് ഇവര് നമ്മുടെ ആ ഒരു ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് അല്ല ഇവർക്കുള്ളത്. ഇവർക്ക് ഏകദേശം ആയിരക്കണക്കിന് ഡെവലപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കോടിക്കണക്കിനായിരിക്കും അവരുടെ ആ ഒരു നമ്പർ ഓഫ് കോഡ് ലൈൻസ് ഉണ്ടാവുക. അവരെങ്ങനെയായിരിക്കും അവരുടെ ഈ ഒരു മാസീവ് കോഡ് ബേസ് മാനേജ് ചെയ്യുന്നത് എന്ന് ചിലപ്പോ ഒക്കെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ? ഈ ഒരു ക്വസ്റ്റ്യൻ ഇവരുടെ ഒരു വർക്ക് പാറ്റേൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് എന്റെ കമന്റ് ബോക്സിലും 2-3 കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ടോപ്പിക് ഇതാണ്. ഇതുപോലുള്ള വലിയ വലിയ കമ്പനീസ് അവരെങ്ങനെ എന്ത് വേഷൻ കൺട്രോൾ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു സ്പോയിലർ അലേർട്ട് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സിമ്പിൾ ഗിറ്റ് അല്ല. അവർക്ക് അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള വേഷൻ കൺട്രോൾ കസ്റ്റം ടൂൾസ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഗൂഗിളിന്റെ കേസ് ആണെങ്കിൽ അവർക്ക് പൈപ്പർ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. അവരൊരു മാസീവ് മോണോറെപ്പോ അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി മെറ്റേന്റെ കേസിലാണെങ്കിൽ ഇനിഷ്യലി അവർ ഗിറ്റിനെ ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവര് അത് അവർക്ക് വിക്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ വന്നപ്പം മെർക്കുറിയിലേക്ക് മാറി. അതും കഴിഞ്ഞ് പിന്നെ റെവല്യൂഷണറി ആയിട്ടുള്ള അവരുടെ ഒരു കസ്റ്റം ടൂള്, സാപ്ലിംഗ് ടൂള് ഡെവലപ്പ് ചെയ്തു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. ഇനി ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആമസോൺ വർക്ക് ചെയ്യുന്നത്. അവരുടെ മൈക്രോ റെപ്പോ ഡെവോപ്സ് അപ്രോച്ച് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം ഈ 3 കമ്പനികൾ എടുത്താലും അവർ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു വേർഷൻ കൺട്രോൾ സ്ട്രാറ്റജിയാണ് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യമുള്ളൂ. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും റിലയബിൾ ആയിട്ട് അവരുടെ ഒരു മാസീവ് സ്കെയിൽ അവരുടെ ഡെവലപ്മെന്റ് എന്താ പറയുക ഡിപ്ലോയ് ചെയ്യുക, അവരുടെ ഒരു കസ്റ്റമർ സൈറ്റിലേക്ക് ഷിപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഗൂഗിളിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഒരു വേഷൻ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് ഐഡിയാസും അതുപോലെ അവർ ഫോളോ ചെയ്യുന്ന റൂൾസിനും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് സാധാരണ ഇപ്പൊ കമ്പനീസിൽ എന്താണ് അവരുടെ കോഡിനെ മൾട്ടിപ്പിൾ റെപ്പോസിറ്ററി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യൂലേ? ഇവര് ഒരു മാസീവ് റെപ്പോസിറ്ററി ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗൂഗിളിന്റെ കേസിൽ. അതുപോലെ തന്നെ ഒരു അവരുടെ വേർഷൻ കൺട്രോൾ സിസ്റ്റം ആണെങ്കിലും അവര് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തതാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പൈപ്പർ എന്ന് പറയുന്നത്. ഇതിന്റെ റീസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഗിറ്റിന് ഇവരുടെ ഒരു മാസീവ് സ്കെയിലിന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഒരു 25,000-ലധികം ഡെവലപ്പേഴ്സിന്റെ ചേഞ്ചസ് പെർ ഡേ വരും. ഏകദേശം 3.5 കോടിയിലധികം കമ്മിറ്റ്സ് ആയിരിക്കും വരുന്നത്. 86 ടെറാബൈറ്റ്സ് ഓഫ് ഡാറ്റനെ ഹാൻഡിൽ ചെയ്യണം. ഒരു 2 മില്യണിലധികം എന്താ പറയാ നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടാവും കോഡിന്റെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ. സോ ഗിറ്റ് യൂസ് ചെയ്തിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു പൈപ്പറിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് മോഡലാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവരൊരു സ്കെയിൽ ഡീൽ ചെയ്യുന്ന സമയത്ത് ഗിറ്റ് യൂസ് ചെയ്യുമ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കോംപ്ലക്സിറ്റീനെ നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇവരുടെ ഒരു വർക്കിംഗ് ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഒന്നാമത്തെ കേസ് ഇവരുടെ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്നത് ഒരു ക്ലൗഡ് ബേസ്ഡ് എൻവയോൺമെന്റിലാണ്. അതായത് ഗൂഗിളിന്റെ തന്നെ ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് CITC അല്ലെങ്കിൽ ക്ലയൻസ് ഇൻ ദ ക്ലൗഡ് എന്ന് പറയും. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ എപ്പോഴും അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഡിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആക്സസ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മളിപ്പോ ഗിറ്റ് യൂസ് ചെയ്യുന്നവരുടെ കയ്യിലുള്ള പോലെ ഒരു എൻറ്റയർ ലോക്കൽ കോപ്പി അവരുടെ ഈ ഒരു എല്ലാവരുടെയും ലാപ്ടോപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് ഡെവലപ്പേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പുള്ളും പുഷും അങ്ങനെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇവർക്ക്. ഇവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ലേറ്റസ്റ്റ് കോഡ് ബേസിലേക്കുള്ള ആക്സസ് ആണ്. അവരുടെ ഒരു വർക്ക് ഫ്ലോ ഞാൻ പറഞ്ഞുതരാം. സോ എല്ലാ ഡെവലപ്പേഴ്സിന്റെ കയ്യിലും ഒരു കൺസിസ്റ്റന്റ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആയിരിക്കും ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്യുവർ ആയിട്ടൊരു ട്രങ്ക് ബേസ്ഡ് ഡെവലപ്മെന്റ് പ്രാക്ടീസ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. നമ്മളെ പോലെ എല്ലാ ഫീച്ചേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ ഡെവലപ്പേഴ്സും മൾട്ടിപ്പിൾ ടൈംസ് ആയിരിക്കും ഇവരുടെ ഒരു മെയിൻ ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ ട്രങ്കിലേക്ക് എന്താണോ ആ ഒരു മെയിൻ ബ്രാഞ്ചിലേക്കുള്ള കമ്മിറ്റ് വരുന്നത്.
കേൾക്കുമ്പം നമുക്കൊരു കെയോട്ടിക് ആയിട്ട് തോന്നും. അപ്പൊ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് തന്നെ ട്രങ്കിലേക്ക് ഈ കോഡ് എത്തിയാൽ എന്ത് സംഭവിക്കും? അവിടെയാണ് ട്ടോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവരുടെ ഒരു വർക്ക് ഫ്ലോ വരുന്നത്. അത് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കാം. ആദ്യം ഡെവലപ്പേഴ്സ് വൺസ് ഇവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ബഗ് അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരു ചേഞ്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ അകത്ത് ഇപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺ ചേഞ്ചസും പൊട്ടൻഷ്യൽ ആയിട്ട് അവർ കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റും അവര് ഈ കോഡിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും അതിന്റെ റീസണും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചേഞ്ച് ലിസ്റ്റ് ആയിരിക്കും ഇത്. അപ്പൊ വൺസ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ച് ലിസ്റ്റ് എന്താ പറയാ ഒരു ഡയറക്റ്റ് ആയിട്ട് റിവ്യൂവിന് പോകുന്നതിന് മുന്നേ ഒരു മാസീവായിട്ട് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഗൂഗിളിന്റെ ഒരു വാസ്റ്റ് ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആണുള്ളത്. അതാണ് ഇതിന്റെ ഒരു ക്രൂഷ്യൽ പാർട്ട്. അതായത് മൾട്ടിപ്പിൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും ട്ടോ. ഇപ്പൊ ഓട്ടോമേറ്റഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഇത് കോഡിംഗ് സ്റ്റൈൽ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും, പൊട്ടൻഷ്യൽ ബഗ്സ്, പിന്നെ സെക്യൂരിറ്റി വൾനറബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ. അപ്പൊ ഇങ്ങനെ എല്ലാ ടൈപ്പ്, അതുപോലെ തന്നെ ബിൽഡിന്റെ കേസിൽ, അതായത് എന്താ പറയുക, കമ്പൈലേഷൻ സക്സസ്ഫുൾ ആയിട്ടാണോ ഉള്ളത്, ഡിപ്പെൻഡൻസി ചെക്ക്, അതായത് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് ഇതുകൊണ്ട് ബ്രേക്ക് ഡൗൺ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നുള്ള ചെക്ക്, പെർഫോമൻസ് റിഗ്രഷൻ ടെസ്റ്റുകൾ. അപ്പൊ ഫൈനലി ഇൻ കേസ് ഈ ഒരു ഓട്ടോമേറ്റഡ് ടെസ്റ്റിൽ എന്തെങ്കിലും ഒരു ഫെയിലർ വന്നിട്ടുണ്ടെങ്കിൽ ഡെവലപ്പർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് നോട്ടിഫൈ ചെയ്യും. ആ ഇഷ്യൂസ് പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ അത് മസ്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടേ അടുത്ത സ്റ്റേജിലേക്ക് പോവുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സിസ്റ്റം അല്ല ഉള്ളത്. അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത്, വൺസ് ഈ ഒരു ഓട്ടോമേറ്റഡ് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്കറിയാലോ കോഡ് റിവ്യൂ ആണല്ലേ. അപ്പൊ ഈ ഗൂഗിളിന്റെ തന്നെ ഇന്റർണൽ ടൂൾസ് ഉണ്ട്. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിവ്യൂവേഴ്സിനെ, അപ്പൊ കോഡിന്റെ ഓണർഷിപ്പിനെയും റീസെന്റ് ചേഞ്ചസിനെയും ടീം ഇൻഫ്രാസ്ട്രക്ചറിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യും. എന്നിട്ട് റിവ്യൂവറിനാണെങ്കിലും സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റർണൽ ടൂൾസ് ഉണ്ട്. ഇപ്പം ക്രിട്ടിക് ആണ് അതിൽ ഏറ്റവും എല്ലാവരും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോഡ്രെയിൻ. ഇതിൽ ഏതെങ്കിലും ഒരു ടൂൾ ഉണ്ട് ഈ ഒരു കോഡ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ കമന്റ്സ് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ലൈൻസിനെ ബേസ് ചെയ്ത് ഗിറ്റിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാം, പൊട്ടൻഷ്യൽ ഇഷ്യൂസ് പറയാം. അപ്പം എന്താ പറയാ, റിവ്യൂവേഴ്സ് വൺസ് ഈ ഒരു അഗെയിൻ എന്തെങ്കിലും ഇഷ്യൂസ് പറയുവാണെങ്കിൽ ഡെവലപ്പേഴ്സ് അഗെയിൻ അത് ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു നമ്മൾ പറഞ്ഞ ചേഞ്ച് ലിസ്റ്റ് എന്താ പറയാ ചേഞ്ച് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യും. വൺസ് ഈ ഒരു റിവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവ്യൂവർ LGTM എന്ന് പറഞ്ഞിട്ട്, അതാണ് അവരുടെ ഒരു അപ്രൂവല്, ലുക്സ് ഗുഡ് ടു മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്രൂവൽ കൊടുക്കും. അതൊരു ഹ്യൂമൻ സൈൻ ഓഫ് ആണ് ട്ടോ. ഇതിപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഒരു LGTM ഫുൾഫിൽ, ഇപ്പൊ ഒരു LGTM ഫുൾഫിൽ ചെയ്യുന്നില്ല അത്രയും അല്ലാന്നുണ്ടെങ്കിലും രണ്ടാമത്തെ അവർക്ക് വേറൊരു ഇതുണ്ട്, അതായത് TBR, ടു ബി റിവ്യൂഡ്. ഒരു സിമിലർ മെക്കാനിസം തന്നെയാണ് റിവ്യൂവർ എന്താ പറയാ നമ്മൾ ഈ ഒരു ഫീച്ചർ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാന്ന് പറയുന്ന ആ ഒരു ഫ്ലാഗ് ആണ് ട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു ഓട്ടോമേറ്റഡ് പോസ്റ്റ് സബ്മിറ്റും കൂടി ഉണ്ട്. അതായത് വൺസ് ഇവരുടെ ഒരു മെയിൻ ബ്രാഞ്ചിലേക്ക്, നമ്മൾ ആ പറഞ്ഞ മെയിൻ പൈപ്പർ റിപ്പോസിറ്ററിയിലേക്ക് ഈ ഒരു ചേഞ്ച് ലിസ്റ്റ് മെർജ് ചെയ്തതിന് ശേഷം പിന്നെയും എന്താ പറയാ പോസ്റ്റ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. എഗെയിൻ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ അവിടെ ഫൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോൾ ബാക്ക് മെക്കാനിസം ഉണ്ട്. എഗെയിൻ ഇവരുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റോൾ ബാക്ക് സിസ്റ്റം, ഹൈലി ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണ്. അതും ഓട്ടോമാറ്റിക് ആയിട്ട് റിവേർട്ട് ചെയ്തോളും. അഗെയിൻ ഈ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള CL എന്തെങ്കിലും എന്താ പറയാ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ഈ ഒരു ഡെവലപ്മെന്റ് സൈക്കിളിനെ അഫക്ട് ചെയ്യാതെ ക്രൂഷ്യൽ ആണല്ലോ ഈ ഒരു മെയിൻ ബ്രാഞ്ചിനെ ബേസ് ചെയ്തിട്ടല്ലേ എല്ലാ ഡെവലപ്പേഴ്സും വർക്ക് ചെയ്യുന്നത്. സോ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന CLകളെ എന്ത് ചെയ്യും, ക്വിക്കായിട്ട് റിവേർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് ഇവരുടെ ഫീച്ചർ ഫ്ലാഗ്സ്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു ഫീച്ചർ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കില്ല. അതായത് ഒരു നമ്മളിപ്പം ബൂലിയൻ വേരിയബിൾ ആണെന്ന് പറയാം, ഒരു ഓൺ ഓഫ് അല്ലെങ്കിൽ ട്രൂ ഫാൾസ് എന്ന് പറയുന്ന പോലെ. അപ്പം ഈ ഒരു ഈ ഒരു നമ്മളിപ്പം നമ്മുടെ ഒരു എൻറ്റയർ കോഡ് ബേസ് ഇപ്പൊ നമ്മുടെ ചേഞ്ചസ്, പുതിയ ഒരു ഫീച്ചർ ഈ ഒരു ഇതിൽ റാപ്ഡ് ആയിരിക്കും, ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ത്രൂ ഇതിൽ റാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഡെവലപ്പേഴ്സ് ഫസ്റ്റ് ഈ ഒരു ഫീച്ചർ എഴുതും, അതിന്റെ കൂടെ ഈ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് പോലെ ഈ ഒരു ഫീച്ചർ ഫ്ലാഗ് കൂടി ഉണ്ടാവും. ഈ ഒരു ഡിപ്ലോയ്മെന്റ് ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫീച്ചർ ഹിഡൻ ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എൻഡ് യൂസേഴ്സിന് ഈ ഒരു ഫീച്ചർ വിസിബിൾ ആയിരിക്കൂല. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഗ്രാജുവലിയെ ഇത് വിസിബിൾ ആക്കുള്ളൂ. ആദ്യം ഇവര് ഈ ഒരു ഫീച്ചർ നമ്മൾ ഈ പറഞ്ഞ വേരിയബിൾ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് അവരുടെ
ആ ഒരു ടെസ്റ്റിംഗ് ടീമിനായിരിക്കും. ഏത് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ഗ്രൂപ്പ് ആണോ ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത്, അവർക്കായിരിക്കും ഒരു ആൽഫ, ബീറ്റ ടെസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. അവർക്ക് അസൈൻ ചെയ്യും. അവരുടെ ഫീഡ്ബാക്കും പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെർഫോമൻസും ഒക്കെ മോണിറ്റർ ചെയ്തിട്ട് ബഗ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫിക്സ് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഇവര് 100% എല്ലാ യൂസേഴ്സിലേക്കും ഇത് കൊടുക്കൂല. ആദ്യം ഇവർക്കൊരു ഫേസ് 1 ഉണ്ട്. അതൊരു 1% ആണ്. അതായത് മൊത്തം യൂസേഴ്സിൽ ഒരു 1% യൂസേഴ്സിനെ ഗൂഗിള് ഇത് കൊടുക്കുള്ളൂ. എഗെയിൻ അവരുടെ മോണിറ്റർ ഉണ്ടാവും. അതായത് എററിനെ മോണിറ്റർ ചെയ്യും, പെർഫോമൻസ് മെട്രിക്സ് നോക്കും, യൂസറിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 5% യൂസേഴ്സിന് കൊടുക്കും. ഇതിനെ ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 20%, ആ 20% ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കോൺഫിഡന്റ് ആയി എക്സ്ട്രീംലി നമ്മൾ ഈ പുതിയ ഫീച്ചർ ഓക്കെ ആണ്, 100% യൂസേഴ്സിലേക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ ഇതാണ് ഗൂഗിളിന്റെ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇവരുടെ ഒരു പൈപ്പർ, അതുപോലെ തന്നെ കോഡ് റിവ്യൂവിന് യൂസ് ചെയ്യുന്ന ആ ഒരു ടൂള്, പിന്നെ ഇവരുടെ ഒരു ട്രങ്ക് ബേസ്ഡ് ഡെവലപ്മെന്റ് എൻവറോൺമെന്റ്, അതുപോലെ തന്നെ അവരുടെ ഒരു വർക്ക് സ്പേസ്, ക്ലയൻസ് ഇൻ ദ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ക്ലൗഡ് ബേസ്ഡ് ഡെവലപ്മെന്റ് എൻവറോൺമെന്റ് ഒക്കെ തന്നെയാണ് ട്ടോ. ഇവരുടെ അത്രയും എന്താ ഒരു മോണോറപ്പയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അത്രയും എന്താ പറയുക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ആമസോണിന്റെയും മെറ്റേന്റെയും ഈ ഒരു വേർഷൻ കൺട്രോൾ സ്ട്രാറ്റജി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങളുടെ കമന്റിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മെറ്റ എങ്ങനെയാണ് അവരുടെ വേർഷൻ കൺട്രോൾ പുതിയ ആ ഒരു ടൂള് വർക്ക് ചെയ്യുന്നത്, സാപ്ലിംഗ് ടൂൾ വർക്ക് ചെയ്യുന്നത്, അതുപോലെ ആമസോൺ എങ്ങനെയാണ് ഇതിന് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവരുടെ ഒരു മൈക്രോ സർവീസ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആ, ഈ ഒരു മൾട്ടിപ്പിൾ റെപ്പോസിറ്ററീസിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം ട്ടോ. ഞാൻ രണ്ടും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ കമന്റിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാം ട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.